क्या रे, मुझे पहचाना नहीं? मैं शिवाजी राव का पुराना दोस्त हूँ. वो अंदर है. चलो. तंबी. कौन है तू? मेरा बंगला का अंदर आने को ताकत कहां से मिला? क्या समझा तू? मैं शिवाजी राव हूं, गरीब लोग का एक ही मंत्री, सिर्फ एक लायक हूं. मेरे साथ खेलेगा ना, तेरे को खत्म करूंगा, समझा? कुट्टी कृष्णा. എന്തേ तुम बोलता കോപ്പിലെ बोलता 60ന്റെ മിഡിലിൽ മട്ടന്നൂരിൽ നിന്ന് മംഗലാപുരത്തെത്തി കരിക്ക് കച്ചവടം നടത്തി കാർവാർ വഴി ബോംബെയിലെത്തി നാരൂഭ എന്ന വ്യഭിചാരപ്പുര മുതലാളിയുടെ കയ്യാളായി കൂട്ടിക്കൊടുപ്പിന്റെ നല്ല കൃഷിയിടം രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കൊഴുത്ത് മുറ്റി പൊങ്ങിയ പന്നി. നിനക്ക് ഗോസായി ഭാഷയിലെ നാക്ക് വളയ്ക്കാൻ കഴിയൂ അല്ല? ഉസ്താദ്, എന്തു വേണം പറ, ഞാൻ എന്തു വേണം? നിന്റെ കാലിനടിയിൽ അഭയം തേടി വന്ന പട്ടി എനിക്ക് വേണം. തമ്പിയെ. തമ്പി, സേതു, get him. മാറാ. What the hell? ഇവനാണ് തമ്പി. കള്ളക്കമ്മട്ടത്തിൽ മഹാത്മാവിന്റെ മുഖമുള്ള നോട്ടുകൾ അടിച്ച് വിതരണം ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പിന്റെ ആടുതല്ലി. സത്യം പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ ശ്രമിച്ചോക്ക്. കുറെ ഉണ്ടോ ഇവനൊക്കെ പറയാൻ? തനിക്ക് ആരും അങ്ങോട്ട് കയറി വരാൻ അനുവാദം തന്നെ? എടാ, ആരോട് ചോദിച്ചിട്ട് കാര്യം ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? മാഡം വർമ്മ, ഈ മുഖം ദർശിക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ എനിക്ക് സമയവും സൗകര്യമില്ലായിരുന്നു. ഞാൻ കയറി വന്ന വർഷാവർമ്മയുടെ കിടപ്പറയിലേക്കൊന്നുമല്ലല്ലോ. ഇത് നിങ്ങളുടെ ഓഫീസ് കം റെസിഡൻസ് ആയതുകൊണ്ടാണ്. ഇവൻ ഈ നാട്ടിൽ നിന്ന് മുങ്ങിയനെ. പിന്നെ മുസോറി ട്രെയിനിങ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ എല്ലാവരും കൂടെ വിചാരിച്ചാലും ഇവനെ പിടികിട്ടില്ല. താൻ പോലീസിന്റെ പണി ചെയ്യണ്ട, അതിനോട് ആളുണ്ട്. ആരാണ്? നിങ്ങളാണോ സാർ? ഇല്ല, എനിക്കിവനെ പിടികിട്ടിയത് ഒരു കേന്ദ്രമന്ത്രി പൊങ്ങവന്റെ കട്ടിലിന്റെ അടിയിൽ നിന്നാണ്. പാവപ്പെട്ട നിങ്ങളൊക്കെ വിചാരിച്ചാൽ അവിടം വരെ കയറി ചെല്ലാൻ കഴിഞ്ഞേക്കും. പക്ഷെ നീട്ടിപ്പിടിച്ചൊരു സല്യൂട്ട് അടിച്ചിട്ടെങ്കിൽ തിരിച്ചു പോരണം. അക്കാര്യത്തിൽ നിങ്ങളുടെ വർഗത്തോട് എനിക്ക് സഹതാപമുണ്ട്. ലോക്കൽ സിനിമകളിലെ പോലീസ് ഹീറോമാരെ അനുകരിച്ച് മസിൽ പിടിച്ച് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും നീതിന്യായ വ്യവസ്ഥിതികൾ ഈ നാട്ടിൽ പരിരക്ഷിക്കപ്പെടുകയില്ല. മിസ്റ്റർ പരമേശ്വരൻ, യു മേ ഗോ നൗ. നോ, നോ. എന്റെ അനിയത്തിയും അവളുടെ ഭർത്താവും ചെയ്യാത്ത കുറ്റത്തിന് ലോക്കപ്പിൽ കിടക്കാണ്. എനിക്ക് അവരെ വിട്ടുകിട്ടേ പറ്റൂ. ഇവനാണ് അകത്ത് കിടക്കേണ്ടവൻ. ലുക്ക്, നിങ്ങൾ ആദ്യം മുറിവിട്ട് പോണം. ഞങ്ങൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഐ എം ആസ്കിംഗ് യു ടു ഗെറ്റ് ഔട്ട്. ഞാൻ പുറത്തുണ്ടാവും, പക്ഷേ അവരെയും കൊണ്ട് ഞാൻ പോവും. കുഞ്ഞിപ്പാലൂർ സ്ഥലത്തെത്തിയ പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു കഴിഞ്ഞു. താമസിയാതെ കമ്മീഷണർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഈ കമ്മീഷണർ ഈഗോ പാർട്ടിയാണെന്നേ ഉള്ളൂ, കറക്റ്റഡ് അല്ല. മറ്റാർക്കും വേണ്ടി ആക്ട് ചെയ്യുന്നതല്ല അവര്. എന്തായി? എന്താവണം? എന്റെ പെങ്ങളും ലോക്കപ്പിലാ. നീയൊക്കെ കൂടെ കാണിച്ച് തന്തയില്ലായ്മയ്ക്ക് അവൾ കണ്ണീര് കുടിക്കുക. അപ്പോ എന്റെ മുമ്പിൽ കാണരുത്. ഇല്ല പരമേശ്വരൻ, ഞാൻ മൊഴി കൊടുക്കാനാണ് വന്നത്, കമ്മീഷണറെ കാണാൻ. തമ്പിയെ കുറിച്ചും യൂസഫിനെ കുറിച്ചും എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം. നന്ദനെയും പപ്പയും പുറത്തു കൊണ്ടുവരാൻ ഇനി ഞാൻ അകത്ത് കിടക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാ. ഹലോ ജി സാബ്, ബോംബെ. ഹലോ. ആ, അച്ഛാ, ഞാൻ കരുങ്ക. യൂസഫ് സ്ഥലത്തുണ്ട്. ഫാൽക്കൺ മെറൈൻസിന്റെ സീ സൈഡ് ഗസ്റ്റ് ഹൗസിൽ തപ്പിക്കോ, അല്ലെങ്കിൽ എയർപോർട്ട്. ഷാർജ ഫ്ലൈറ്റിൽ അവൻ പോകരുത്. അവനെ എനിക്ക് കിട്ടിയിരിക്കണം. സർ വാ. ബോംബെയിൽ പോലീസ് കമ്മീഷണറായിരുന്ന ദേവൻ വർമ്മയുടെ. അതെ. ഇവിടെ വർഷ മോളാണ്. സുഖം. അമ്മ, അമ്മ എന്താ അയാളോട് സംസാരിച്ചത്? ഡു യു നോ ഹൂ ഈസ്? ഓ, മറക്കാൻ കഴിയില്ല. നിന്റെ അച്ഛനെ കൊന്നവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ആ മനുഷ്യനായിരുന്നു. അയാളില്ലായിരുന്നെങ്കിൽ എന്റെ മോൾ അനാഥയായി പോകുമായിരുന്നു. ഓ ഗോഡ്, ഉസ്താദ്, അയാളാണോ ഇത്? ഓ, കൺട്രോൾ റൂം,
ഞാൻ കമ്മീഷണറാണ്. ഏട്ടാ, പപ്പ ഏട്ടാ. പപ്പ മോളെ. എക്സ്ക്യൂസ് മീ. എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എന്റെ അമ്മയെങ്കിലും തിരിച്ചു കിട്ടിയതിന് കാരണക്കാരനായ നിങ്ങളോട് ഞാനങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. It's all right. You are doing your duty. വെറുപ്പായിരുന്നു എനിക്ക്. മുന്നിൽ വരുന്ന ക്രിമിനൽസ് എല്ലാവരെയും എന്റെ ശത്രുക്കളായി ഞാൻ കണ്ടു. എല്ലാവരുടെയും മുഖത്ത് ഞാൻ എന്റെ അച്ഛന്റെ കൊലയാളികളെയാണ് കണ്ടത്. സോറി. അനിയത്തിയും മിസ്റ്റർ നന്ദനെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. തമ്പി എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. യൂസഫിനെ ഞങ്ങൾ പൊക്കിക്കോളാം. വിഷ് ഗുഡ് ലക്ക്. പക്ഷെ കിട്ടാൻ വഴിയില്ല. അവൻ എന്റെ കയ്യിലേ വന്ന് വീഴൂ. സി മാഡം. സ്വാമി, ഇവരുമായിട്ട് വീട്ടിലേക്ക് പോകും. നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട്. ഞാൻ പുറകെ വരാം. എനിക്ക് കുറച്ച് ജോലിയുണ്ട് മോളെ. ചെല്ലേ. ആരാ? ആലിയാപ്പു പറഞ്ഞേപ്പിച്ചതാ സാറിനെ വീട്ടിൽ വിടാൻ. ഹലോ. നീ? അതെ, നമുക്ക് സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഞാനും. എന്റെ പെങ്ങളും അളിയനും പുറത്തിറങ്ങിയല്ലേ? അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോകാം. നോക്ക്, നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഉണ്ടോന്ന് നോക്ക്. ഉണ്ടല്ലോ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഭമ്മെന്ന് കത്തി ഒരു തീഗോളമായി മാറുന്ന കാണണോ? യൂസഫ്, ദാ നോക്ക്. ഈ വിരൽ ഈ ബട്ടണിൽ അമരുമ്പോൾ അത് സംഭവിക്കും. യൂസഫ്, എന്തിനാണിത് യൂസഫ്? നിന്റെ അനിയത്തിയുടെ വിവാഹം അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നടത്തി. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് നീ തിരിച്ചു നടത്തിയ പ്രതികാരം വളരെ കൂടുതലായിരുന്നു. മതി യൂസഫ്, മതിയാക്ക്. ഇല്ലടാ പന്നി, മതിയാക്കില്ല. നീ ഒരു നിക്കാഹ് നടത്തി, അതുവഴി എനിക്ക് നഷ്ടപ്പെട്ട എന്താ നിനക്കറിയോ? മതിയാക്കില്ല ഞാൻ. ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല. പക്ഷേ എനിക്ക് എന്റെ നഷ്ടം നികത്തണം. അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം. അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ്. പണം, എന്റെ സമ്പാദ്യം മുഴുവനും. യൂസഫ്, പടച്ചവനെ വിചാരിച്ച് നീ അത് ചെയ്യരുത്. പകരം നീ എന്തും തരുമോ? തരും. എങ്കിൽ താടാ. പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ താ എനിക്ക്. അതെനിക്ക് വേണം. അതെനിക്ക് താ. എടുത്തോ, എടുത്തോ. Goodbye, my old friend. പപ്പ, പപ്പ, ഏട്ടന്റെ കുട്ടി കരച്ചിൽ നിർത്തി പോയി കിടന്നുറങ്ങ്. ഒരു ചെറിയ ആക്സിഡന്റ്. ഓടുന്ന വാനിൽ നിന്ന് തെറിച്ചു വീണിട്ട് ഇത്രയല്ലേ പറ്റിയുള്ളെന്ന് ആശ്വസിക്ക്. 2-3 ആഴ്ച കോയമ്പത്തൂര് പോയി കിടന്നാ അതങ്ങോട്ട് ശരിയാവും. എന്റെ മോളെ പോയി കിടന്നുറങ്ങ്. നന്ദ, പപ്പയെ കൊണ്ടുപോയി കിടത്ത്. ഏയ് ചെല്ലേ. രാവിലെ പപ്പ എന്നെ അന്വേഷിക്കും. കോയമ്പത്തൂര് പോയി കൈയുടെ ഒടിവ് നേരെയാക്കാൻ. അത് പറയാൻ സ്വാമി ഇവിടെ ഉണ്ടാവണം. ആലിയാപ്പൂരും സേതുവിനും ഇവിടെ വേറെ ചില ജോലികളുണ്ട്. ഞാൻ തനിച്ചൊരു യാത്ര പോകുന്നു. ബോംബെയിൽ നിന്നും വന്ന മെസ്സേജ്. അവൻ യൂസഫ് ഷാ പറന്നു കഴിഞ്ഞു. കടലും കടന്ന് ദുബായിലേക്ക്. എനിക്ക് അവനെ അവിടെ വെച്ച് കാണണം.
सुअर का बच्चा मैं आता हूं